നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയില് വേദയും വിക്രവും ജോലിയെ കഴിഞ്ഞ് വന്ന് വൈകുന്നേരത്തെ അത്താഴത്തിനുള്ള പരിപാടിയിലായിരുന്നു. അപ്പൊ ചപ്പാത്തിയും കിഴങ്ങാറി ഉണ്ടാക്കാന്ന് പറഞ്ഞു. വിക്രം പറഞ്ഞു, ചപ്പാത്തിയൊക്കെ ഞാൻ പരത്തിക്കളാം, ഒരു കാര്യം ചെയ്യാം, നീ ആ കിഴങ്ങൊക്കെ ഒരുക്കാൻ പറഞ്ഞു. അങ്ങനെ വേദ കിഴങ്ങൊക്കെ കട്ട് ചെയ്യുവാണ്. ഈ സമയത്ത് വേദ വിക്രത്തിൽ നിന്ന് നോക്കുവാണ്. എന്താന്ന് ചോദിച്ചു. ഒന്നുമില്ല, ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നേ നമ്മുടെ വീട്ടിലെ ജീവിതത്തെക്കുറിച്ചൊക്കെ. ശരിക്കും പറഞ്ഞാൽ വിക്രം രാവിലെ പോയിട്ട് വൈകുന്നേരം കയറി വരും. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു 10,000 തവണയെങ്കിലും അടി ഉണ്ടാക്കുകയും ചെയ്യും വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ. വിക്രം പറഞ്ഞു, അത് ശരിയാ, പക്ഷെ എത്ര പെട്ടെന്നല്ലേ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞെന്ന് ചോദിച്ചു. അതെ, എനിക്കിപ്പോൾ ഇത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, വിക്രം എൻ്റെ കഴുത്തിൽ എത്ര തവണ താലി ആർത്തിയിട്ടുണ്ടെന്ന്. ഒരിക്കലെങ്കിലും നേരെ ചൊവ്വേ താലി ആർത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. വിക്രം ആലോചിച്ചു. ശരിയാ, ആദ്യമാണെങ്കിൽ ബലമായിട്ട് കിട്ടി, രണ്ടാമത് ഒരു മാല ഇട്ടു, അത് പാർട്ടിക്കാരെല്ലാവരും കൂടി ചേർന്ന് നടത്തിയിട്ട്, പിന്നെ അച്ചമ്മ പറഞ്ഞിട്ട് തറവാട്ട് വക ക്ഷേത്രത്തിൽ അവിടെ വെച്ചിട്ടൊന്ന് മാലയിട്ടു, താലി കിട്ടി, അതും പക്ഷേ മനസ്സോടെ ഒന്നും ആയിരുന്നില്ല. പിന്നീട് എല്ലാവരുടെ സമ്മതത്തോട് കൂടിയിട്ട് ഒരു താലി കെട്ടി ചടങ്ങ് നടത്തി. പക്ഷെ അന്നത് താലി കെട്ടാനായിട്ടിട്ട് പറ്റിയില്ല. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ എന്തൊക്കെയോ ചെയ്തു കൂട്ടി. ഈ സമയം വേദ പറഞ്ഞു, ശരിക്കും എനിക്കിപ്പോൾ അത്ഭുതം തോന്നുന്നുണ്ട് നമ്മളെക്കുറിച്ച് ആലോചിച്ചിട്ട്. അപ്പോഴേക്കും വിക്രം അതെന്താ? അല്ല, നേരെ ചൊവ്വയൊന്നും താലി പോലും കെട്ടിയിട്ടില്ലോ. വിക്രം പറഞ്ഞു, ഈ താലിയിലൊക്കെ എന്താ കഥയിരിക്കുന്നതെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഒന്നുമില്ല, താലിയൊക്കെ വെറും നമ്മുടെ ഒരു സങ്കല്പം മാത്രമാണെന്ന് പറഞ്ഞു. സങ്കല്പോ? അല്ല, അതൊക്കെ വെറുതെയാ. കെട്ടിയാലും കെട്ടിയില്ലാലും നമ്മൾ നന്നായിട്ട് ജീവിക്കുവാണെങ്കിൽ പ്രശ്നമില്ല. താലി കെട്ടിയെന്ന് ഓർത്തോണ്ട് നന്നായിട്ട് ജീവിക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. നല്ല രീതിയിൽ ശുഭമുഹൂർത്തത്തിൽ താലി കെട്ടി എത്രയോ ആൾക്കാർ ഡിവോഴ്സായിട്ട് വേർപിരിഞ്ഞ് കഴിയുന്നു, എത്ര പേരെ എനിക്കറിയാന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദ പറഞ്ഞു, അത് ശരിയാ വിക്രം എന്ന് പറഞ്ഞു. താലി കെട്ടാതെ തന്നെ എത്രയോ പേര് നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, ഇത്ര ഇങ്ങനെയൊക്കെയാണെന്ന് അറിയുമായിരുന്നെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ നേരത്തെ ഇങ്ങോട്ടേക്ക് വരേണ്ടതായിരുന്നല്ലേ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ വിക്രം ചിരിച്ചു. ശരിയാ, ഒരുപക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ ആവുന്നു നമ്മൾ പോലും വിചാരിച്ച കാര്യമാണെന്ന് ചോദിച്ചു. ഒന്ന് കഴിഞ്ഞാലും ഒന്നിനും വളമാവുള്ളൂ എന്ന് പറഞ്ഞ് കൃത്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഒരുപക്ഷെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടായിരിക്കും നമ്മൾ ഇത്ര പെട്ടെന്ന് ഒന്നായതല്ലേ എന്ന് ചോദിച്ചു. അതെ, അതെനിക്ക് തോന്നുന്നുണ്ട് വിക്രം, അല്ലായിരുന്നെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും ഇത്രയും പെട്ടെന്നൊന്നും ഒന്നാവത്തില്ലായിരുന്നു പറഞ്ഞു. അങ്ങനെ അവര് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് വേദയുടെ കൈമുറിഞ്ഞ് ആ വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന സമയത്ത് വേദയുടെ കൈയെ കത്തി കൊണ്ട് വേദയുടെ കൈ മുറിഞ്ഞ് ചോര വന്നു. ആന്നും പറഞ്ഞിട്ട് വേദ കരഞ്ഞു. അപ്പോഴേക്കും വിക്രം ഓടി വന്നു. എന്താ വേദ, എന്താന്ന് ചോദിച്ചു. കൈ മുറിഞ്ഞെന്ന് പറഞ്ഞു. ഇതൊക്കെ സൂക്ഷിച്ച് വേണ്ട ചെയ്യാനായിട്ട്, നോക്കിയും കണ്ടും വേണ്ട ചെയ്യാനായിട്ട്. വേദ അങ്ങനെ വീട്ടിലൊന്നും പണി ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ വിക്രത്തിന്റെ വീട്ടിൽ വന്നിട്ടാണെങ്കിലും അത്യാവശ്യം സഹായിച്ചു കൊടുക്കാറൊക്കെയോ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. ശ്രീജയായിരുന്നു കൂടുതൽ പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഒടുവിൽ വിക്രം പെട്ടെന്ന് തന്നെ ഒരു തുണി എടുത്തുകൊണ്ടെന്ന് വേദയുടെ കൈ ഇങ്ങനെ കെട്ടിവെക്കുവാണ്. അതേ, സൂക്ഷിച്ചും കണ്ടും വേണം ചെയ്യാൻ കേട്ടോ. അറിയാലോ, ഒന്നാമത്തെ കാര്യം തൊട്ടടുത്തങ്ങ് ഒരു ഹോസ്പിറ്റലാന്ന് തോന്നേ, ഇത്തിരി ദൂരത്ത് പോകണം. എന്തേലും വരുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ വേദ പറഞ്ഞ് എനിക്കറിയാം. അതെ, അശ്രദ്ധ ഇതിനെല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് മാറ്, ഞാൻ ചെയ്തോളാം. നിന്റെ പൊന്നോ, ആകെപ്പാടെ 2 ഉരുളക്കിഴങ്ങ് ഒന്ന് ക്ലീൻ ആക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും കൈയും കൊണ്ട് മുറിച്ചു വെച്ചെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, അത് പിന്നെ ഞാനാ കണ്ടില്ല എന്ന് പറഞ്ഞു, ശ്രദ്ധിച്ചില്ല. ഇതാ പറഞ്ഞ ശ്രദ്ധ വേണമെന്ന് പറഞ്ഞ്. പിന്നീട് വേദ അവിടെ പിടിച്ചിരുത്തുവാണ്. വേദന ഉണ്ടോയെന്നൊക്കെ ചോദിച്ചു. വിക്രത്തിന് ഭയങ്കര ടെൻഷനായിരുന്നു. വേദയുടെ വിരൽ ഇച്ചിരി മുറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും. പിന്നീട് വേദയെ കൊണ്ട് വിക്രമൊന്നും ചെയ്യിച്ചൊന്നുമില്ല. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ ഗീവർഗീസും മേരിയൊക്കെ വരുന്നുണ്ട്. അപ്പോഴത്തേനും മേരി പറഞ്ഞു, ഇന്ന് നമ്മൾ സമരം തുടങ്ങുമല്ലേന്ന് ചോദിച്ചു വേദയോട്. അതെ, ഇന്ന് സമരം തുടങ്ങുവാണ്. അറിയാലോ, പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാലോ. എല്ലാ തൊഴിലാളികളും നമ്മളോടൊപ്പം കൂടത്തില്ലേന്ന് ചോദിച്ചു. ഒട്ടുമിക്ക ആൾക്കാരും തന്നെ കൂടും. ഇനിയിപ്പോൾ 1-2 പേര് മാറി നിന്നാലോ ഉള്ളെന്ന് പറഞ്ഞു. വിക്രം പറഞ്ഞു, ഒരു കാരണവശാലും പിന്നോട്ട് മാറില്ല. അതിനകത്ത് എഴുതിയിരിക്കുന്ന ആ ഫിഡമെറ്റിൽ എഴുതിയേക്കുന്ന എത്രയാണെങ്കിൽ അതാണ് കൂലി. ആ കൂലി വേണം കിട്ടാനായിട്ട്. ഇത്രയും കാലം അയാൾ പറ്റിച്ചുകൊണ്ടിരിക്കുമായിരുന്നല്ലോ നിങ്ങളെ, ഇനി അയാൾക്ക് വിട്ടുകൊടുക്കരുതെന്ന് പറഞ്ഞു. അത് കേട്ടിപ്പം മേരി പറഞ്ഞു, എൻ്റെ വിക്രം, ഞങ്ങൾക്കിതൊന്നും അറിയണ്ടായിരുന്നില്ല. ഞങ്ങളിതൊക്കെ വല്ലതും നോക്കുന്നുണ്ടായിരുന്നോ? അതൊന്നുമില്ല. അയാൾ കൂലി ഞങ്ങൾക്ക് തരും, ഞങ്ങളത് വാങ്ങിക്കുകയും ചെയ്യും. കൂടുതലാണോ കുറവാണോ അതിനെക്കുറിച്ചൊന്നും അറിയത്തുണ്ടായിരുന്നില്ലോ. എൻ്റെ പേപ്പറാണ് ഞങ്ങൾ നേരത്തെ ഒപ്പിട്ട് കൊടുത്തേ, കുറേ നാൾ മുമ്പല്ലേ. അതൊക്കെ ചിന്തിക്കാൻ പോലും ഞങ്ങൾക്കുള്ള സമയമില്ലാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇപ്പം അത് ആരും നോക്കുന്നു. അയാളാണെങ്കിൽ പൈസ എഴുതാതെയാണ് ആ ബുക്കിൽ ഞങ്ങളെക്കൊണ്ട് സൈൻ ചെയ്യിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു. പിന്നീട് അയാൾ പൈസ എഴുതി എടുക്കുക എന്നുള്ള കാര്യം അതിന് ശേഷമല്ലേ ഞങ്ങൾക്ക് മനസ്സിലാവുന്നതെന്നും പറഞ്ഞു. ഒടുവിൽ ഭേദയും അവരൊക്കെ അങ്ങോട്ട് പണിക്കായിട്ട് ഇറങ്ങുവാണ്. അങ്ങനെ ചെന്ന് വെച്ചപ്പോഴത്തേനും കുറേ ചേച്ചിമാരും കൂടെ വന്നു. അങ്ങനെ അവർ
പണിക്കിറങ്ങുന്നതിന് പകരം അന്ന് അവർ സമരം നടത്തുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനുമാണ് ജോബി അങ്ങോട്ടേക്ക് വരുന്നത്. ജോബി വന്നു കഴിഞ്ഞപ്പോഴത്തേനും തൊഴിലാളികളാരും പണിക്കിറങ്ങിയിട്ടില്ല. എല്ലാവരും അവിടെ മാറി നിൽക്കുന്നു. കാര്യം എന്താണെന്ന് അന്വേഷിച്ചു. അപ്പോഴേക്കും മേരി പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് എത്രയാ കൂലിന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണമെന്ന് പറഞ്ഞു. അതെന്താ മേരി ഇപ്പം പുതിയതായിട്ട് അങ്ങനെ എഴുതുക? അതെ, ഞങ്ങൾക്ക് കൂലി കൂടുതൽ വേണം. ഞങ്ങൾക്ക് എഴുതിയേക്കുന്ന കൂലിയല്ല, ഞങ്ങൾക്ക് അതിനേക്കാളും കൂടുതൽ ശമ്പളം കിട്ടണമെന്ന് പറഞ്ഞു. ഇതെന്താ പുതിയതായിട്ട് ഇപ്പം ഇങ്ങനെ? അതെ, കൂലി കൂടുതൽ വേണമെങ്കിൽ വേറെ വല്ല ജോലിക്ക് പോകേണ്ടി വരും. ഇവിടെ അത് പറ്റില്ല എന്ന് പറഞ്ഞു. മേരി പറഞ്ഞു, കൂലി കൂടുതൽ കിട്ടാതെ ഞങ്ങൾ പണിക്കിറങ്ങാൻ പോകുന്നില്ല. ഒരു കാര്യം ചെയ്യാം, സാർ ഇതിന്റെ തലപ്പത്തോളം ആരെയാന്ന് വെച്ചാൽ വിളിക്കുക, അവർ വരട്ടെ, ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ജോബി പെട്ടുപോയി. കാരണം ജോബിക്ക് മനസ്സിലായി ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ കാര്യം ഗോവിന്ദയാവുന്നു. കാരണം അവൻ അതിനേക്കാളും കൂടുതലല്ലേ എഴുതിയെടുത്തോണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അവരെങ്ങാനും വന്ന് ചോദിക്കുക നിങ്ങൾക്ക് എത്ര രൂപ കിട്ടുന്നുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇത്ര രൂപയെന്ന് പറയും. അപ്പോൾ തൻ്റെ കള്ളി വെളിച്ച് താകുകയും ചെയ്യും. ജോബി പെട്ടുപോയി. പക്ഷെ തൊഴിലാളികൾ പിന്മാറാൻ തയ്യാറായിരുന്നില്ല. ജോബിക്ക് സംശയമായി. അപ്പം ഇതിൻ്റെ പിന്നിൽ ഇവളായിരിക്കും വേദ. അവൾക്ക് വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അവൾ ആ പേപ്പർ വായിച്ചു. അപ്പോൾ ആ പേപ്പർ വായിച്ചിട്ട് അത്തേലെ കാര്യങ്ങളൊക്കെ അവൾക്ക് മനസ്സിലായി. അങ്ങനെയാണ് അവളായിരിക്കും എല്ലാത്തിനും കാരണം. പിന്നീട് വേദ അങ്ങോട്ടേക്ക് വിളിക്കുകയാണ് ജോബി. എന്നിട്ട് പറഞ്ഞു, മര്യാദയാണ് മര്യാദ. അപ്പം നീയാണല്ലേ ഇവരെല്ലാം ഇളക്കി വിട്ടിരിക്കണമെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, ന്യായമായ കൂലിയല്ലേ സാറേ ചോദിച്ചിട്ടുള്ളൂ, അത് അവർക്ക് അർഹതപ്പെട്ട കൂലിയാണ്, അത് കൊടുക്കണം. ഇത്രയും കാലം സാറ് അവരെ കൊണ്ട് അധ്വാനിച്ച് സാറ് ജീവിച്ചില്ലേ, ഇനി അവർ ജീവിക്കട്ടെ. പാവങ്ങൾ ഈ പൊരിവയലത്ത് കിടന്ന് കഷ്ടപ്പെടുന്നല്ലേ, അതിൻ്റെ നാലൊന്ന് കൂലി അവർക്ക് കിട്ടുന്നില്ല. കിട്ടുന്നെങ്കിലും മര്യാദയ്ക്ക് കൊടുത്തുകൂടെ? ഇങ്ങനെ മനുഷ്യനെ പിഴിഞ്ഞ് കഴിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അത് കേട്ടപ്പോൾ ജോബി പറഞ്ഞു, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, വലിയ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട. അറിയാലോ, നിന്റെ കാര്യം എന്താണെന്നൊക്കെ എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. വേദ പറഞ്ഞ്, ആയിക്കോട്ടെ, പക്ഷേ ഇതിനകത്തൊന്ന് പിന്മാറാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതെ, ഇവിടെ എല്ലാവരും കൂടിയിട്ടുണ്ട്. ഇവരൊക്കെ ജോലിക്ക് ഇറങ്ങണമെങ്കിൽ പറഞ്ഞ കൂലി കൊടുത്തേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. അയാൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സമരക്കാരോട്ട് പിന്മാറാനും കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മൈക്കിളച്ചൻ അങ്ങോട്ട് വരുന്നേ. മൈക്കിളച്ചൻ വന്നിട്ട് ജോബിയുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ജോബി പറഞ്ഞു, അച്ചോ ന്യായമായിട്ടുള്ള കൂലി ഇവർക്ക് കിട്ടുന്നുണ്ട്, ഇവർക്ക് അതൊന്നും പോരെന്നാ പറയണേ. ആ സമയം മൈക്കിളച്ചൻ ചോദിച്ചു, എത്ര രൂപയാ കൂലി കൊടുക്കണമെന്ന് ചോദിച്ചു. അത് പിന്നെ അച്ചോ കൂലിയും കാര്യങ്ങളും പറയണം. അത് കേട്ടപ്പോൾ മൈക്കിളച്ചൻ പറഞ്ഞു, അത്രയും കൂലി പോരല്ലോ ജോബി, അതിനേക്കാളും കൂടുതൽ തോട്ടങ്ങളിലൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, പിന്നെ ഇവിടെ മാത്രം എന്താ അത്ര കുറവെന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ അച്ചോ അത്രയേ ഉള്ളെന്ന് പറഞ്ഞു. അങ്ങനെയാണൊരു കാര്യം ചെയ്യുക, ഇവര് ജോലിക്ക് ഇറങ്ങുന്നില്ലെന്നല്ലേ പറഞ്ഞേ, ഇവര് സമരം ചെയ്തിട്ടുണ്ട് അറിയാലോ, കുളം തെടുക്കാൻ ആളില്ലാതെ വരും, അത് വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ വഴുതി മാറും. ജോബി പറഞ്ഞു, ഇവര് സമരം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരുടെ വീട്ടിൽ അടുപ്പ് പോയില്ല, അല്ലാതെ എനിക്കൊന്നും പറ്റാനൊന്നും ഇല്ലെന്ന് പറഞ്ഞ് വെല്ലുവിളി നടത്തുകയാണ്. ആൾക്കാർ വിട്ടുകൊടുക്കുവോ? എന്തൊക്കെ വന്നു പറഞ്ഞാലും കൂലി കൂട്ടാതെ അവർ സമ്മതിക്കില്ല എന്ന് ഒറ്റക്കാലെ തന്നെ നിൽക്കുകയാണ്. ജോബിയാണെങ്കിൽ ഇവരുടെയൊക്കെ പണി പോട്ടെ എന്നൊരു രീതിയിൽ ജോബിയിൽ നിന്നു. ഒടുവിൽ അച്ഛൻ രണ്ടു കൂട്ടരെയും വിളിച്ച് സംസാരിക്കുന്നുണ്ട്. തൊഴിലാളികൾ പിന്മാറാൻ തയ്യാറായില്ല. അപ്പം ഇതിനെല്ലാം പിന്നെ വേദയാണെന്നും കൂടെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ജോബിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. ഇന്നലെ വന്ന അവള് തനിക്കിട്ട് പണി തരുന്നു, അവളും അവളുടെ ഭർത്താവും ചേർന്നിട്ട് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു ജോബിയുടെ മനസ്സിൽ. എന്നാണെങ്കിൽ ഒടുവിൽ വേദ ജയിക്കുന്നുണ്ട്. കാരണം അവർക്ക് കൂടുതൽ കൂലിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഒടുവിൽ ജോബി കൊടുക്കാമെന്ന് തന്നെ സമ്മതിക്കുകയാണ്. അവരുടെ സമരം വിജയിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.